ജീവിതത്തിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. കുറെ ഉണ്ട്, ഇപ്പൊ പറഞ്ഞാൽ മതിയാവില്ല. കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കുറെ നാളുകൾക്ക് ശേഷമല്ലേ കാണുന്നേ. അപ്പൊ എന്തോ ഒരു ഇതുപോലെ സത്യമായിട്ട് കൈവറക്കുന്നുണ്ട്. എനിക്കറിയില്ല, നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്ര നേരം വന്ന് വെയിറ്റ് ചെയ്തതിന്. ആണോ? താങ്ക് യു. എനിക്കറിയില്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ അതേ വന്നിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല, ഞാൻ ഇന്നലെ കഴിഞ്ഞു, ഇപ്പൊ അതേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിന്റെ ഞെട്ടലിലാണ്. ആദ്യം ഇങ്ങനെ ഓരോരുത്തരുടെ ശബ്ദം കേൾക്കുമ്പോഴും ഈ ക്യാമറേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുറെ ദിവസത്തിന് ശേഷം കാണുമല്ലേ. ആദ്യമായിട്ട് ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം, ഉറപ്പായിട്ട് പറയാം. കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ, കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. നിങ്ങളുടെ വിശേഷങ്ങളും എനിക്ക് അറിയണം, കാരണം ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഉണ്ട്, അല്ല കുറേ ഉണ്ട് വിശേഷം, അതുകൊണ്ട് കുറേ പറയാനുണ്ട്. ഇപ്പൊ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അയ്യോ, അതുകൊണ്ട് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഒരുപാട് വിശേഷമുണ്ട് പറയാൻ. അർജുനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അർജുൻ എനിക്ക് അതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മാക്സിമം വെക്കാൻ ശ്രമിച്ച ഒരാളാണ്. അർജുനോടെല്ലാം ഇത് അപ്പം എന്താ പറയാ, ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ട ആളും പിണങ്ങിയ ആളൊക്കെ അർജുനായിരിക്കും. എനിക്ക് ഒരു ഇഷ്ട കൂടുതലുകൊണ്ടാണ്, ഒരു സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പം അർജുൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ അടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ സൗഹൃദം ഇഷ്ടമൊക്കെ പുറത്തു വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ. ആണോ? അതെന്താ അറിയോ, തുടക്കത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആൾക്കാർ ചുരുങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി വിസിബിൾ ആവുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമേ എല്ലാവരുമായിട്ടും ആ ഒരു ഞാൻ എന്നും എന്റെ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ വേറെ റൂമിലൊന്നും ഉറങ്ങിയിട്ടില്ല. അല്ല, ഒരുമിച്ചുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അവിടെ യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ ഞാൻ. എനിക്ക് എല്ലാവരോടും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഓണസ്റ്റ് ആയിട്ട് പറയാൻ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാ ഞെട്ടല്. നിങ്ങളല്ലേ അതിന് മറുപടി പറയണ്ടേ, നിങ്ങളൊക്കെ അല്ലേ വോട്ട് ചെയ്യുന്നത്, ഞാൻ അകത്തല്ലായിരുന്നു, എനിക്കെന്തറിയാം. അതെ, ബാക്കി എന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചോട്ടെ. അമ്മയൊക്കെ ഒന്ന് നോക്കിക്കോ. എന്തോ പറയാം, കുറെ വിശേഷങ്ങളുണ്ട്. ഇപ്പൊ വിശദമായിട്ട് പറയാം, ഇങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ പറയാം, അത് സമയമുണ്ടല്ലോ, നമുക്ക് ഒരുപാട് സമയമുണ്ട്. പറയാം, ഉറപ്പായിട്ട് പറയാം. ഇല്ല, എനിക്ക് കാണാം, അത് നിങ്ങൾ സമ്മതിക്കണ്ടേ. ഒന്നിനെ കുറിച്ച് ഒരു പിടിയില്ല. അതേ ഫോണ് കിട്ടി, ഇന്നലെ രാത്രി എനിക്ക് കിട്ടുന്നേ. ഫോണ് കിട്ടുമ്പോൾ തൊട്ട് ആദ്യമായിട്ട് ഫോൺ വാങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴേ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ല, അതുപോലെയായിരുന്നു. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കണേ ഉള്ളൂ. എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം. എല്ലാത്തിനും പ്രതിനിധികളുണ്ട്. ഒന്നുമില്ലെങ്കിലും ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ കണ്ടസ്റ്റന്റ് അല്ലേ, അപ്പൊ ഇച്ചിരി ധൈര്യമൊക്കെ കാണും. ഇത് പറയാം, സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ട്, നമുക്ക് വിശദമായിട്ട് എല്ലാം പറയാം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ എല്ലാവരും വന്നപ്പോൾ നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലാത്തവരോട് എനിക്ക് പരിഭവമൊന്നുമില്ല. എന്തായാലും വോട്ട് ചെയ്ത ഭർത്താവ് എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായില്ലേ. അപ്പൊ എന്തായാലും പിന്തുണച്ചല്ലേ പറ്റൂ. അല്ല, എന്റെ ഫാമിലി മൊത്തം എനിക്കറിയാം. ഞാൻ അവിടെ ഉറങ്ങാതിരുന്ന, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഇരട്ടി എന്റെ ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് എന്ത് തന്നെയായാലും എനിക്കതില് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ബാക്കി നമുക്ക് പറയാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയില്ല. നമ്മളിപ്പോ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ സത്യസന്ധമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. കഴിയട്ടെ, എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. എനിക്കെന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സേവിങ് ആയിട്ടുള്ളവരൊക്കെ പുറത്താക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ